നോക്കണ്ട ഉണ്ണിയെ, ഇത് ഞാനല്ല. ഞാൻ ഉണ്ടാക്കിയൊരു ഡെസ്ക് ഡെക്കോറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ജെമിനിയിലിട്ട്. എന്നിട്ട് അതിനോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പൂവ് കുറച്ചൊന്ന് കാറ്റത്താടുന്ന വിധത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കി തരുമോ. അത് ഉണ്ടാക്കി തന്ന് ചുമരുമ്മിലിരിക്കുന്ന ബട്ടർഫ്ലൈ വരെ പാറിപ്പോയി. വല്ലാതെ ജാതി. ഇപ്പോൾ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതും ഫ്രീ ആയിട്ട് തന്നെ. അതുകൊണ്ട് ആർക്കും എന്തും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ വിഷ് ചെയ്തല്ല, എൻ്റെ അടുത്ത് കുറച്ച് പിസ്താശെല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലുമെല്ലാം ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് കാലം കുറയായി. ഇപ്പം ആണ് അതിനെ പുറത്തിറക്കാൻ ടൈം കിട്ടിയത്. പക്ഷെ ടു ബി ഹോണസ്റ്റ്, ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്ക് ഡെക്കോർ ഇതാണ് കേട്ടോ. കുറേ കാലം എടുത്താലെന്താ, സാധനം അടിപൊളിയായിട്ടാക്കാൻ പറ്റിയില്ലേ, അത് തന്നെ മതി. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്, സ്റ്റിക്ക്. നിങ്ങൾ ഈർക്കിളിയാ, പിന്നെ ബഡ്സില്ലേ, ബഡ്സ് ആണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്നാവും. ഇത് ഞാൻ കുറേ പ്രാവശ്യം ആക്കിയിട്ടാട്ടോ ഈ ഒരു ഷേപ്പിലെങ്കിലും കിട്ടിയ. ആദ്യം ഗ്ലൂ ഗൺ വെക്കുക, എന്നിട്ട് സ്റ്റിക്കുമ്പോൾ ചുറ്റുക, എന്നിട്ട് പിസ്താശെല്ലാം വെക്കുമ്പോഴത്തേക്ക് ഷേപ്പ് മാറിപ്പോവുക. ഒന്നിനിപ്പുറം വെക്കുമ്പോൾ മറ്റേത് അപ്പുറത്തുനിന്ന് ഓടിപ്പോവും. അങ്ങനെ തീരെ അനുസരണയില്ലാത്ത സാധനമാണ്. 2-3 ആക്കി കഴിഞ്ഞപ്പോൾ അതിന് തന്നെ താൻ അനുസരണ വന്നു. അങ്ങനെ അനുസരണമുള്ള പിസ്താശെല്ലാം നമുക്ക് പൂവാക്കിയിട്ടാണ് സൈഡിൽ മാറ്റി വെക്കുക. ഏകദേശം ഒരു 5-8 വേണം കേട്ടോ, കുറച്ചൊന്ന് നിറഞ്ഞങ്ങ് നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് വെക്കാനുള്ള ബേസിന് വേണ്ടിയിട്ട് ഞാനൊരു സോപ്പിൻ്റെ ഡബ്ബ എടുത്തിട്ടുണ്ട്. ആ ഡബ്ബയിൽ വേസ്റ്റ് കുത്തിയാനൊക്കെ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മെന്നാന്നാക്കി ആ ഫുട്ബോൾ ഓർമ്മയില്ലേ, അതിൻ്റെ മുള കൈമ കിട്ടി. അപ്പം അടങ്ങ് ഉണങ്ങാൻ വരെ നേരം ഇല്ലാണ്ട് അങ്ങ് ഇതായി കളഞ്ഞു, നമ്പി കളഞ്ഞു. അങ്ങനെ അത് വേസ്റ്റായി. ആ ഒരു ഇതാണ് കേട്ടോ, ക്ലേ ആണ് കേട്ടോ അതിൻ്റെ മേലയിൽ വെച്ചിട്ടുള്ള. ഇപ്പം നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒന്നും ഇല്ലാന്നാണെങ്കിൽ തെർമോക്കോളായാലും മതി. ജസ്റ്റ് ഇതൊന്ന് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് എന്താണോ നല്ല അത് വെക്കുക. പിന്നെ നമ്മൾ ആക്കി വെച്ച പൂവിനെല്ലാം ഒന്ന് കളറടിച്ച് കൊടുക്കാം. ടുലിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആ പിസ്താശയിൽ വെച്ച് ഒട്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിന് പൂവിന് പിങ്കും ആ സ്റ്റെമ്മിന് ഗ്രീനും കളർ വെച്ചിട്ടാകുമ്പോൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ലീഫ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ മാസ്കിങ് ടാപ്പില്ലേ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ഇതില്ലേ കമ്പിയാ, അല്ലെങ്കിൽ മറ്റേ ഈ ഫോണിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള ഉണ്ടാകുന്ന മറ്റേ കോപ്പർ വയർ, അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക വടി പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ പാകത്തിനുള്ള എന്ത് സാധനമായാലും അതിൻ്റെ ഉള്ളിലിട്ടിട്ടാകുമ്പോൾ തിരിച്ചും മടക്കി ഒട്ടിച്ചിട്ടാകുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നമ്മൾ ലീഫ് ശരിയാവും. എന്നിട്ട് അതിനും കൂടെ പച്ച കളർ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 3-5 ചപ്പാടാക്കി വെക്കുക. ഇനിയിപ്പോൾ കുറേ ആക്കാൻ പറ്റുമെന്നാണ് കുറേ ആയിക്കോ. ഓരോ പൂവിനും ഈ 2 ലീഫ് വെച്ചിട്ട് ആക്കി കൊടുത്താലും സാധാരണ രസം ഉണ്ടാവും. അങ്ങനെ ആക്കിയാലാണ് നല്ല രസം ഉണ്ടാകുക. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ ഒട്ടിക്കാനും മുറിക്കാനുള്ള മടി കാരണം ഞാൻ ഒരു 5 ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മളാക്കി വെച്ച ആ ബേസില്ലേ, അതായത് മറ്റേ ക്ലേ എല്ലാം മേലയിൽ ഇങ്ങനെ വെച്ചാൽ ആ സാധനം എടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ നമുക്ക് നമ്മൾ ഓരോ പൂ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. പൂ മാത്രമല്ല അതിൻ്റെ ഒക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ലീഫും കൂടെ കുത്തി വെക്കുക. നിങ്ങൾ ഒരു ലീഫിനെ 2 എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഫ്ലവറിൻ്റെയും സൈഡിലായിട്ടാകുമ്പോൾ ലീഫ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ അത്രയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് പൂവ് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ കുറച്ച് ലീഫ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പോട്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണേൽ കളർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ക്ലേ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലുമെല്ലാം ചെയ്ത് കൊടുക്കുക. പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മൾ ഇന്നലെ ആക്കിയ സാധനമില്ലേ, അതിൻ്റെ കുറച്ച് ചാക്കിൻ്റെ കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ എന്തോ ഒരു എന്താ പറയുക നല്ലൊരു എസ്തെറ്റിക് ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഫുൾ അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്ത സാധനം കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും. എനിക്കെന്താണെന്നല്ല, അതുകൊണ്ടാണോ എന്നല്ല, പക്ഷേ ഈ ചാക്ക് വെച്ച് കവർ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഈ സാധനം ഭയങ്കര ഇഷ്ടമായി. ഇതുവരെയുള്ള പോലെയല്ല, ഈന് തന്നെ അതിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഇതാക്കാം. ഇനി അഥവാ ജ്യൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും റാപ്പ് ചെയ്യുക. ഞാൻ ഇത് റാപ്പ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു നൂല് വലിച്ചിട്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ സെൻറ്ററിലോട്ട് കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാമും കൂടെ നടുക്ക് സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക് ഡെക്കോർ സെറ്റായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ.